സുരിനാഞ്ചെറിയുടെ പഴവും അതിൻ്റെ പൂക്കളും കണ്ടു. നിറയെ പൂത്ത് നിൽക്കുന്നു. ഇങ്ങനെ കൊലകൊലയായിട്ടാണ് സുരിനാഞ്ചെറി പൂത്ത് നിൽക്കുക. ഈ കൊലകളിലൊക്കെ കായ പിടിക്കും. ഇതുമ്പോൾ ഒരു റെഡ് ഉണ്ട്. റെഡ് ഇതാണ് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ്, പഴം പഴുക്കണത്. ഇത് നല്ല മഴക്കാലം ഒഴികെ എല്ലാ കാലത്തും പൂവും കായുണ്ട്. കൂടുതലും ഈ ഒരു ഒക്ടോബർ കഴിഞ്ഞിട്ടാണ്. ഇതിപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഉണ്ടായതാണ് ഇപ്പോൾ കണ്ടത് നമ്മൾ. ഇത് നിറയെ പൂത്ത് നിൽക്കണം. നമ്മുടെ യുജീനിയ ചെടിയുണ്ടല്ലോ, അതിൻ്റെ ഇല പോലെയാണ് ഇതിൻ്റെ തുമ്പ് ഭാഗങ്ങൾ കണ്ട റെഡ് കളറ്. അപ്പോൾ അത് നല്ലൊരു ചെടിത്തോട്ടത്തിലൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ വളർത്താനായിട്ട് പറ്റും. ഇതിൻ്റെ ഒരു പച്ച കായ ഉണ്ട്. ആദ്യമായിട്ട് പൂത്ത് കഴിഞ്ഞാൽ കായ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇതിനധികം നനയൊന്നും വേണ്ട. ഇപ്പോൾ ഈ സീസണിലൊക്കെ ഉണ്ടാവുമല്ലോ, ഇതുമ്പോൾ കൊലയായിട്ട് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഇതൊക്കെ പൊട്ടിച്ച് പോയി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇത് ഒറ്റയ്ക്കൊക്കെ ഓരോന്നുള്ളൂ. ഇനിയിപ്പോൾ ഈ പൂക്കളൊക്കെ പിടിക്കുകയാണെങ്കിൽ ഇത് കൊല കുത്തിയിട്ട് ഉണ്ടാവും. ഇത് കണ്ടു നിങ്ങൾ, ഇതൊരു 10 വർഷമൊക്കെ ആയ ചെടിയാട്ടോ. എത്രയും വണ്ണം വന്നിട്ടുണ്ട്. പിന്നെ ഇത് വെട്ടി ഒതുക്കിയാൽ കുറച്ചുകൂടി ഭംഗിയാണ്. ഇതിപ്പോൾ ഇവർ വെട്ടി ഒതുക്കിയിട്ടില്ല, ചേട്ടൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ഒന്ന് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വെച്ചിട്ട്. നല്ല രസമാട്ടെ, പൂക്കൾ ഇങ്ങനെ നിറയെ ഉണ്ടായി നിൽക്കുന്നതാണ്. അതിന് ഇങ്ങനെ നിറയെ വെള്ള പൂക്കൾ. ഈ കായയ്ക്ക് 3 കളറുണ്ട്. ആദ്യത്തെ സ്റ്റേജിൽ പച്ച, പിന്നെ ഒരു ഓറഞ്ച്, പിന്നെ ഒരു റെഡ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു രുചി എന്ന് പറയണത്. മധുരവും പുളിയൊക്കെ കൂടിയിട്ടുള്ള ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ രുചി. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ കാലത്തും ഉണ്ടാവും. വലിയ പരിചരണം, വലിയ കേടൊന്നും കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ മരുന്നൊന്നും അടിക്കാത്ത കാരണം ഉണ്ടാവണ കായ കിട്ടിയാൽ മതി എന്ന് വിചാരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സുരിനാഞ്ചെറി. നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒരു ചെടി തന്നെയാണ് കേട്ടോ സുരിനാഞ്ചെറി. മുള്ളൊന്നും ഇല്ലാത്ത തരം, കണ്ടാൽ മുള്ളുള്ള പോലെ തോന്നും. നമ്മുടെ പൊമിഗ്രാനൈറ്റ് ഇല്ലേ, മാതള നാരകത്തിൻ്റെ പോലെയൊക്കെ തോന്നുമെങ്കിലും അങ്ങനെ മുള്ളിൻ്റെ ശല്യമൊന്നും ഈ ചെടിയുമില്ല. ഒക്കെ വിരിഞ്ഞ് കഴിയാറായി തുടങ്ങിയ പിന്നെ നമുക്ക് ഇതിൻ്റെ കായ ഉണ്ടാവുമോ നന്നായിട്ടെന്ന് ഇപ്രാവശ്യം വന്നിട്ട് നോക്കി നോക്കാം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കല്ലേ.